IPL ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ ആവേശകരമായ മത്സരങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള രണ്ട് ടീമുകൾ, ചെന്നൈ, പഞ്ചാബ് ടീമുകൾ. ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുന്ന സമയത്ത് പലപ്പോഴും മത്സരം വലിയ ആവേശത്തിലേക്ക് എത്താറുണ്ട്. ഒരുപാട് മത്സരങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാനുണ്ട്. 2011 പോൾ വാൽത്താട്ടിയുടെ ഒരു പ്രകടനം, അതായത് അദ്ദേഹം നേടിയൊരു 120, അപ്പുറത്തേക്ക് ആദം ഗിൽക്രിസ്റ്റിനൊക്കെ നിർത്തിയിട്ട്, അതെ, 63 പന്തിൽ അദ്ദേഹം നേടിയൊരു 120 റൺസ്. അതുപോലെ തന്നെ 2014 മാക്സ്വെല്ലിൻ്റെ ഒരു വെടിക്കെട്ട് 205 റൺസ് ചേസ് ചെയ്യുന്നു, 95 റൺസ് മാക്സ്വെൽ നേടുന്നു. അതെ അതെ അതെ. അതുപോലെ തന്നെ 2020 10 വിക്കറ്റിന് ചെന്നൈ നേടിയൊരു വിജയം. ഷെയ്ൻ വാട്സണും ഫാഫ് ഡു പ്ലസിസും അർദ്ധ സെഞ്ചുറി നേടിയിട്ട് രണ്ടുപേരും 83 87 റൺസ് നേടിയിട്ടുള്ള ഒരു വിജയം. അങ്ങനെ ഒരുപാട് ആവേശകരമായ മത്സരങ്ങൾ കണ്ട ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഇത്തരം ചരിത്രങ്ങളൊക്കെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചാബിന് കൃത്യമായ മേൽക്കൈ ഉണ്ട്. ചെന്നൈ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചണ്ഡീഗഡിലാണ് മത്സരം നടക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3 മത്സരങ്ങൾ കളിച്ചാൽ 2 മത്സരം വിജയിച്ചു. അവസാനം രാജസ്ഥാനെതിരെ ചണ്ഡീഗഡിൽ കളിച്ച മത്സരം പരാജയപ്പെട്ടു. ചെന്നൈനെ സംബന്ധിച്ച് 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങളാണ് അവർ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ കളിച്ചത്. അതിൽ ഒരു മത്സരം മുംബൈക്കെതിരെയുള്ള ആദ്യ മത്സരം വിജയിച്ചു. RCBക്കും ഡൽഹിക്കെതിരെ പരാജയപ്പെട്ടു. ഗുവാഹത്തിയിൽ രാജസ്ഥാനെതിരെ കളിച്ച മത്സരവും പരാജയപ്പെട്ടു. ഈ 3 മത്സരവും ചെന്നൈ ചേസ് ചെയ്യായിരുന്നു. ചെന്നൈക്ക് കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ല. തോറ്റ മത്സരങ്ങളെല്ലാം, അതായത് 4 മത്സരങ്ങൾ ചേസ് ചെയ്യായിരുന്നു. അതിലൊരു മത്സരം സ്വന്തം ഗ്രൗണ്ടിൽ മുംബൈക്കെതിരെ വിജയിച്ചു, ബാക്കിയെല്ലാം പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ചെന്നൈയുടെ ഒരു തിരിച്ചുവരവാണോ നമുക്ക് കാണാൻ കഴിയുക, അതോ പഞ്ചാബ് തുടർച്ചയായി രണ്ടാമത്തെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ, അതും ചണ്ഡീഗഡിൽ? അത് ഇപ്പം സൈഫ് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം എന്നും ആവേശമാണെന്ന്. നമുക്കിപ്പം പറയുമ്പോൾ തന്നെ IPL ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളെ പറയുമ്പോൾ അതിൽ ചെന്നൈയുടെ പേരുണ്ടാവുന്ന യാതൊരു സംശയമില്ല, ഏത് സീസണിൽ പറഞ്ഞാലും ചരിത്രം പറയുമ്പോഴും. പക്ഷേ പഞ്ചാബിനെ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. പഞ്ചാബിൻ്റെ ഈ പറഞ്ഞ പോലെ 1-2 താരങ്ങളുടെ താരപ്രഭുണ്ട്, യുവരാജൊക്കെ ഉണ്ടായിരുന്ന ടീമാണ്. പക്ഷേ അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത പോകുന്നൊരു എല്ലാ സീസണിലും പോകുന്നതാണ്. പക്ഷേ മികച്ച പ്രകടനം കൊണ്ടുവരുന്ന ടീം കൂടിയാണ്. ഇതുവരെ ഒന്നും പിന്നെ കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചെന്നൈയും പിന്നെ മുംബൈയും തമ്മിലുള്ള മത്സരം IPL ക്ലാസിക്കോ ഒക്കെ നമ്മൾ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാശിയേറിയ പോരാട്ടം എന്നുള്ളത് ചെന്നൈയും പഞ്ചാബും കളിക്കുമ്പോഴാണ്. ഇപ്പം 30 മത്സരമാണ് അവർ തമ്മിൽ IPL ചരിത്രത്തിൽ കളിച്ചത്. അതിൽ 16 എണ്ണത്തിൽ ചെന്നൈയും 14 എണ്ണത്തിൽ പഞ്ചാബാണ്. അത് നോക്കി തന്നെ അറിയാം ഒരു ബലാബലം. മറ്റു മത്സരങ്ങളുടെ എനിക്ക് അത്ര തോന്നുന്നില്ല. ഇത്രയും ഒരു ചെന്നൈക്ക് മികച്ച മത്സരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചെന്നൈയെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ടീം അത് പഞ്ചാബ് തന്നെയാണ്. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 205 റൺസ് 2023 200 റൺസ് ചേസ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് ചെന്നൈനായിട്ട്. അങ്ങനെ ഒരു മികച്ച ചേസുകളൊക്കെ 200 പറഞ്ഞാൽ കളി വിടുന്നു. ഈ പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പിന്നെ സൈഫ് പറഞ്ഞ മത്സരം, മാക്സ്വെൽ അടിച്ച മത്സരം, അത് ചെന്നൈയുടെ സ്കോർ നടന്നപ്പം നമ്മളൊക്കെ കളി ഇനിയിപ്പം എന്തായി തീരുമാനമായി. ചെന്നൈക്ക് 2 പോയിന്റ് കൂടെ കിട്ടി നിർത്തിയിരിക്കുന്ന സമയത്താണ് മാക്സ്വെൽ പിന്നെ അടിച്ചത് 95 റൺസ്. ഇങ്ങനെ പല നിമിഷങ്ങളും വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം ചരിത്രം പറയുമ്പോഴായാലും ഏറ്റവും കൂടുതൽ കാണാൻ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു മത്സരമാണ്. കാരണം എന്തും സംഭവിക്കാം. നമുക്കറിയാം ചെന്നൈ എപ്പോഴും ഒരു വലിയ സ്കോറിലേക്ക് പോകുന്ന ടീമൊന്നും അല്ലെങ്കിൽ കൂടി പഞ്ചാബിനോടാകുമ്പോൾ അതിൻ്റെ വാശി പിന്നെ ഇരട്ടിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞു വന്നതിലേക്ക് നമുക്ക് നോക്കുമ്പം ഈ സീസണിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പം ചെന്നൈക്കല്ല പഞ്ചാബിന് തന്നെയാണ് എനിക്കൊന്ന് പിന്നെ ഒരു ആധിപത്യമുള്ളത്. ഇപ്പം നമ്മൾ ചരിത്രം പറഞ്ഞപ്പം ചെന്നൈക്കാണ് 2 മത്സരത്തിൻ്റെ ഒരു മുൻതൂക്കം എന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 5 മത്സരം നോക്കിയാൽ 4ലും പഞ്ചാബിനാണ് മുൻതൂക്കം. പിന്നെ അവസാനം 5ാമത് കളിച്ച മത്സരം അവസാനത്തിൽ 5 എണ്ണത്തിൽ അവസാനം കളിച്ച 4ലും പഞ്ചാബാണ് ജയിച്ചത്. അതെല്ലാം പിന്നെ റൺ ചേസ് ചെയ്ത് ജയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മികച്ച രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. ശ്രേയസ് അയ്യർ എന്നുള്ള ക്യാപ്റ്റന് കീഴിൽ പഞ്ചാബ് മികച്ച തുടക്കമാണ് നേടിയെടുക്കുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് അപ്പുറം ഗൈക്വാദ് നല്ല ക്യാപ്റ്റൻ, നല്ല താരങ്ങളുണ്ടെങ്കിലും പിന്നെ കഴിഞ്ഞ മത്സരം ഉൾപ്പെടെ നമുക്കറിയാം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ആരാധകരുടെ ഹൃദയം കീഴടക്കാൻ വേണ്ടി ചെന്നൈക്ക് ആയിട്ടില്ല. ചെന്നൈനെ ഈ കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഒക്കെ കണ്ടു. ചെന്നൈ ഒരു കുട്ടി ആരാധകനൊക്കെ വന്നിട്ട് ചെന്നൈ ടീമിനെ കുറിച്ച് പിന്നെ പറയുന്നത് വളരെ ഇത് അവസാനം കളി കഴിയാനാകുമ്പോൾ ഒരു 6 അടിച്ചിട്ട് എന്താ വേണ്ടത്. അല്ല, ഇതല്ല ചെന്നൈ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 17 താരങ്ങളെ ചെന്നൈ ഓൾറെഡി പരീക്ഷിച്ചു കഴിഞ്ഞു. വിദേശ താരങ്ങളെല്ലാം വിദേശ ഓപ്ഷനുകളെല്ലാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും ഒരു കോമ്പിനേഷൻ ടീമിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫ്ലമിംഗ് തുറന്നു പറയുന്നത്. ചെന്നൈയെ സംബന്ധിച്ച് എപ്പോഴും അവരൊരു ചെറിയ, ഇപ്പോൾ വലിയ ടീം, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 27-25 താരങ്ങൾ ടീമിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ കൂട്ടം ആളുകളെ അവരായിരിക്കും ഫിക്സഡ് ആയിട്ട് ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും വലിയ ചേഞ്ചസ് ഒന്നും വരുത്താത്തൊരു ടീമാണ്. പക്ഷെ ആ ടീമാണ് ഇത്രയും ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കൂ, ബാറ്റിങ്ങിലുള്ളൊരു പരാജയം അവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഋതുരാജ് ഗൈക്വാദാണ് 2 അർദ്ധ സെഞ്ചുറി നേടിയതുള്ളത്. രജിൻ രവീന്ദ്ര ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. പക്ഷെ ഒരു മാച്ച് വിന്നിങ് ആയിട്ടുള്ള
ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആരുടെ ഭാഗത്തൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം വിജയ് ശങ്കർ പിന്നെ ടോപ്പ് സ്കോർ 50 അടിച്ചു. പക്ഷേ അത് മാച്ച് വിന്നിംഗ് അല്ല, മാച്ച് ലോസിംഗ്. അതാണ് പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പോയിന്റ് ചിലപ്പോൾ ഈ വന്നിട്ട് മറ്റേ ബാക്കിയുള്ള താരങ്ങൾ എന്തെങ്കിലും ആക്കിയിരുന്നെങ്കിലും പ്രതീക്ഷിക്കായിരുന്നു. പക്ഷേ 60 റൺ എടുക്കുന്നു, ജയിക്കാൻ പിന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ധോണി ക്രീസിലുണ്ടാവുന്നു. പഴയ ധോണി ആണെങ്കിൽ നമുക്കറിയാം അവസാന നിമിഷങ്ങളിൽ 6 റണ്ണൊന്നും ആ ടീമിൽ അല്ല. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മത്സരങ്ങളിൽ പലതിലും ചെന്നൈക്ക് വേണ്ടിയിട്ട് ധോണി ഭയങ്കര വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഈ മത്സരങ്ങൾ. ധോണിയുടെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ 1-2 സീസൺ കഴിഞ്ഞ സീസണിൽ കളിച്ചില്ല എന്നല്ല പറഞ്ഞു. 1-2 സീസൺ മാറ്റി നിർത്തിയാൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ മത്സരത്തിലായ ഡൽഹിയുമായിട്ട് കളിച്ചിട്ട് അക്സെപ്റ്റഡ് ടീമിനോട് കളിച്ച് തോറ്റ മത്സരം KL രാഹുൽ അടിച്ച് കളിച്ച ആ മത്സരം ഉണ്ടല്ലോ, അതിൽ അവസാന നിമിഷം വരുന്ന ആ ടോപ്പ് സ്കോർ പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ധോണി ക്രീസിലുണ്ടെങ്കിൽ ഡൽഹിക്ക് യാതൊരു വിജയപ്രതീക്ഷയും വേണ്ട ആ മത്സരത്തിൽ കഴിഞ്ഞ നേരത്തെ ആണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് യാതൊരു പ്രശ്നമില്ല. ധോണിയുണ്ട്, ധോണി അവിടെ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ മറ്റേ ഒരു ഡോട്ട് ബോൾ വന്നാൽ 500 മരങ്ങളിടും, ഒരു കാർഡ് തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി കളിക്കുന്ന രീതിയിലേക്കാണ് ചെന്നൈ ടീം ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പഞ്ചാബിനെ ഇപ്പോൾ നമ്മൾ ധോണിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മുന്നുള്ള പല വീഡിയോകൾക്കും കമന്റ് വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ധോണിയെ ഇത് ചെയ്യുന്നു, ധോണിയെ വിമർശിക്കുന്നു എന്ന രീതിയിൽ പല കമന്റുകളും കണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ടീമിനും ഒരു IPL ടീമിനെ സംബന്ധിച്ച് അവരുടെ ടീം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പുമായിട്ടൊക്കെ മടങ്ങി പോകണം എന്നുണ്ടെങ്കിൽ ടീമിന് കൃത്യമായൊരു ബാലൻസ് വേണം. ഇപ്പോൾ ധോണി ഇവിടെ ടീമിനകത്ത് കടിച്ചു തൂങ്ങുന്നു, നിൽക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവിടെ നിർത്തുന്നു എന്ന സാഹചര്യത്തിൽ ടീമിനൊരു ബാലൻസ് ഇത് കിട്ടുന്നില്ല. ഇപ്പം ഇങ്ങനെ ഈ ഒരു മത്സരം പോലും, അതായത് അവസാന നിമിഷം അടിച്ച് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ധോണി അവിടെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു T20 മത്സരം കളിക്കാൻ ധോണി വിക്കറ്റിന് പിന്നിൽ കാഴ്ചവെക്കുന്ന പ്രകടനമൊക്കെ നമ്മൾ ഇത് കാണുന്നുണ്ട്, അത് കാണാതെയല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു താരത്തെ ടീമിനകത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ട് നിൽക്കുന്ന പലരും കളിയാക്കി തുടങ്ങുന്ന ഒരു സാഹചര്യം പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ധോണിക്ക് ഇതിനു മുമ്പേ വളരെ മികച്ച രീതിയിലൊക്കെ വിരമിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ടീമിൽ നിൽക്കും. നമ്മൾ വിമർശിക്കുമ്പോൾ എല്ലാവരെയും വിമർശിക്കണമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ബാറ്റിങ്ങിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺവേനെ കൊണ്ടുവന്നത്. പക്ഷേ കോൺവേയും അവർ 3 പേരും, രജനും ഋതുരാജും, അവർ 3 പേരും പവർ പ്ലേയുടെ മുന്നേ തന്നെ പോയി. പിന്നെ ശിവൻ ദുബെ നേരത്തെ ഇറങ്ങേണ്ട സാഹചര്യം വരുന്നു. അത് നമുക്കറിയാം, ശിവൻ ദുബെ ഒരു ഹാർഡ് ഹിറ്റ് ചെയ്തിട്ട് കുറച്ച് അത്ര വലിയ ലോങ് ഇന്നിങ്സ് കളിക്കുന്ന ഒരു താരമല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഇതാണ്. ഫ്ലമ്മിങ് തന്നെ ഇനി എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടീമിന് ഒരു കൃത്യമായിട്ടൊരു ബാലൻസ് നഷ്ടപ്പെടുത്തുന്നത് ഏത് പോയിന്റിലാണോ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി അതിനെ തിരിച്ചറിയണം. കാരണം അല്ലാതെ ഇപ്പോൾ ഒരു തുടക്കത്തിൽ 3-4 വിക്കറ്റ് നഷ്ടമായ ഒരു ടീമിന് 183 ചേസ് ചെയ്യുമ്പോൾ അത് ചേസ് ചെയ്തിട്ട് അത് ജയിക്കാനുള്ള ഇത് അതിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു താരങ്ങളെയാണ് ടീമിനകത്ത് വേണ്ടത്. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു അതായത് അടിച്ചാൽ 6 ആവും എന്ന് ഉറപ്പ് പറയുന്ന തരത്തിലുള്ള ഒരു താരം ചെന്നൈ ടീമിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവർ നേരിടുന്ന ഒരു വെല്ലുവിളി. മറ്റു ടീമുകൾക്കെല്ലാം ഉണ്ട് അങ്ങനത്തെ താരങ്ങൾ, ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു താരമുണ്ട്. അത് ജയിക്കാനുള്ളൊരു ഇത് കാണിക്കുക. 6 അടിച്ചിട്ട് ഔട്ടായി പോയിക്കോട്ടെ, അതുപോലും ഇല്ല. അതെ, കുറച്ചു നേരം നിന്ന് കളിക്കണം. എനിക്ക് അതായത് ധോണിക്കൊന്നും ഇനി അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ധോണി എന്തിനാണ് ഇനിയും അങ്ങനെ എന്തിനാണ് അങ്ങനെ ഇത് ചെയ്യുന്നത്? ഇപ്പൊ കഴിഞ്ഞ മത്സരം നോക്ക്, അവസാനം ബോളിങ്ങിൽ മുകേഷ് ചൗധരിനെ കൊണ്ടുവന്ന് ഇത്രയും എക്കണോമിക് ഇല്ലാതെ പന്തെറിയുന്ന അല്ലെങ്കിൽ റൺസ് വാങ്ങുന്ന മുകേഷ് ചൗധരി വീണ്ടും അവസാനം ഓവർ എറിയാൻ വരികയാണ്, 4ാമത്തെ ഓവർ എറിയാൻ വരികയാണ്. ഈ പേര് കേട്ട സ്പിന്നർമാർ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഗ്രൗണ്ടിൽ ആകെ എറിഞ്ഞത് 8 ഓവറാണെന്നുള്ളതാണ്. നൂർ അഹമ്മദ് പോലും 4 ഓവർ പൂർത്തിയാക്കിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരം. ഇവർ 3 പേരും കൂടിയിട്ട് എറിഞ്ഞിട്ടുള്ളത് ആകെ 8 ഓവറാണ്. അതിൽ നൂർ അഹമ്മദ് 4 ഓവർ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഫോമിലുള്ള ഒരു ബോളർ അദ്ദേഹം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ അവസ്ഥ പരിതാപകരമാണ്. മറുവശത്ത് പഞ്ചാബിന്റെ ഇത് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ആദ്യ മത്സരത്തിൽ 243 റൺസ് നേടുന്നുണ്ട്. അത് അവരുടെ ഒരു ബാറ്റിങ്ങിന്റെ ഒരു വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ മത്സരം നമുക്കറിയാം, ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് നയിച്ച മത്സരമായിരുന്നു. അദ്ദേഹം സെഞ്ചുറി പോലും വേണ്ട എന്ന് വെച്ച് സാധാരണ ശശാങ്ക് ശേഷം 50 അടിച്ചിട്ടുണ്ട് ലാസ്റ്റ്. അത് 50 വേണ്ട രീതിയിലാണ് അദ്ദേഹം. അത് ടീമിന് വേണ്ടിയിട്ട് ഒരു നായകൻ എന്താണോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പിന്നെ പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് ഇപ്പം ശ്രേയസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മത്സരത്തിൽ 243 അടിച്ച മത്സരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രേയസ് 42 ബോളിൽ 97, പ്രിയാൻഷ് ആര്യ 23 ബോളിൽ 47, ശശാങ്ക് സിംഗ് 16 ബോളിൽ 44. ഇങ്ങനത്തെ താരങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും ഈ താരങ്ങൾ നമ്മൾ
അതായത് അപ്രതീക്ഷിതമായിട്ട് ആണെങ്കിൽ ഒരു താരങ്ങൾ അല്ലെങ്കിൽ വേറൊരു താരം അല്ലെങ്കിൽ വേറൊരു താരം ആരെങ്കിലും ഒരാൾ ഫോം ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബോളർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അർഷ്ദീപ് ആ മത്സരത്തിൽ 2 വിക്കറ്റ് എടുത്തിട്ട്, പക്ഷെ ബോളിംഗിൽ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം 243 റൺസ് ചേസ് ചെയ്യുന്ന ഒരു ടീമിനെതിരെ 232 11 റൺസിനാണ് ഇത് വരുന്നത്. പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ കുറച്ചും കൂടി മികച്ച രീതിയിൽ ബോളർമാർ പന്തെറിയുന്നുണ്ട്. ആ മത്സരം നോക്കൂ, ആ മത്സരത്തിൽ 171 പഞ്ചാബ് ചേസ് ചെയ്യുന്നത് 16 ഓവറിലാണ്. ബാറ്റിംഗിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന രാജസ്ഥാൻ മത്സരത്തിലും പിന്നെ ഇപ്പോൾ വന്നത് ബോളർമാരുടെ ഇടയിൽ വലിയ വീഴ്ച വരുന്നുണ്ട്. ശ്രേയസ് അയ്യറിന് ബോളർമാരുടെ തലവേദനയാണ്, അതും കൂടി പറയണല്ലോ. ഇപ്പം രാജസ്ഥാനോട് ലാസ്റ്റ് കളിച്ച മത്സരത്തിൽ 200 ബോളിൽ രാജസ്ഥാൻ അടിക്കുന്നുണ്ട്, 205 റണ്ണാണ് അടിച്ചത്. അപ്പം ബോളർമാർക്കിൽ വീഴ്ചയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്റിംഗിന്റെ സ്ട്രെങ്ത് ചെന്നൈയുടെയും പഞ്ചാബിനും വെച്ച് നോക്കുമ്പോൾ അതിൽ പഞ്ചാബിനാണ്. ഇപ്പോൾ റൺവേട്ടക്കാരിൽ ഓറഞ്ച് ക്യാപ്പിൽ 6ാമത് ശ്രേയസ് അയ്യർ തന്നെയാണ് ക്യാപ്റ്റനുള്ളത്. പിന്നെ വധേരയുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ഇപ്പുറം വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഋതുരാജ് ഗെയ്ക്വാദാണ് ഉള്ളത്. അദ്ദേഹം 16 സ്ഥാനത്താണ് ഉള്ളത്. ഈ പറഞ്ഞ ചെന്നൈയുടെ പഞ്ചാബിന്റെ 3 താരങ്ങൾ വരുമ്പോഴാണ് ചെന്നൈയുടെ ഒരു താരം ഓറഞ്ച് ക്യാപ്പിന്റെ പട്ടികയിലേക്ക് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ട് നമുക്ക്. അപ്പം പഞ്ചാബിന്റെ ബാറ്റിംഗ് പിന്നെ സ്ട്രോങ് ആണ്, അത് നായകൻ തന്നെ മുന്നിൽ നയിക്കുന്നുണ്ട്. ബൗളർമാർ കുറച്ച് തല്ല് വാങ്ങുന്നുണ്ട്. ആ ബൗളർമാരെ കൂടി കുറച്ചുകൂടി ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയ്യറിനെ പറ്റിയല്ല. അയ്യറിന്റെ ക്യാപ്റ്റൻസി നമുക്കറിയാം. നിലവിലെ പിന്നെ കൊൽക്കത്തക്ക് ചാമ്പ്യൻഷിപ്പ് കൊടുത്ത ക്യാപ്റ്റനാണ്, നിലവിലെ വിന്നിംഗ് ക്യാപ്റ്റൻ തന്നെ അദ്ദേഹത്തിന് പറയാം. ടീം മാറിയെങ്കിലും അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റൻ. മികച്ച രീതിയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നത്. പക്ഷേ ബൗളർമാർ ഒന്നും മനസ്സ് വച്ചാൽ ഏതൊരു ടീമിനെയും വീഴ്ത്താൻ വേണ്ടി നിലവിലെ ചെന്നൈ ഈ പഞ്ചാബിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയേണ്ടി വരും. പക്ഷേ കളി നടക്കുമ്പം അതെന്താണെന്ന് ആ പിച്ചിൻ്റെയും കളിയുടെയും വെച്ച് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ നിലവിലെ അവസ്ഥയിൽ പിന്നെ 100-ൽ ഒരു 80% വിജയ സാധ്യത ഞാൻ പഞ്ചാബിന് എടുക്കുന്നു. ഒരു മത്സരം കഴിഞ്ഞിട്ട് കമന്റുകൾ വരട്ടെ. അല്ല, തീർച്ചയായും ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ചെന്നൈനെ സംബന്ധിച്ച് അവർ സ്വന്തം മൈതാനത്ത് ഓൾറെഡി 3 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ 2 പരാജയപ്പെട്ടു എന്നുള്ള. ചെന്നൈ ഒക്കെ പ്ലേ ഓഫിലൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ ഹോം ഗ്രൗണ്ടിലെ പെർഫോമൻസ് അവർക്ക് ഭയങ്കര നിർണായകമാവാറുണ്ട്. പക്ഷേ ഹോം ഗ്രൗണ്ട് ചെന്നൈയുടെ കോട്ട പൊളിഞ്ഞു എന്നുള്ളതാണ്. RCB 2008 ശേഷമാണ് അവിടെ ജയിക്കുന്നത്. CSK 2010 ശേഷമാണ് ജയിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു അതായത് കാലത്ത് ചെന്നൈ കാത്തു സൂക്ഷിച്ച 70%-ലധികം വിജയ ശതമാനവുമായി ചെന്നൈ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സാധനം പറഞ്ഞാൽ ധോണി ഉണ്ടാക്കിയ കോട്ട തകർന്ന, ധോണിയുടെ കൺമുന്നിൽ തകർന്ന ധോണി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞേക്കാൻ വേണ്ടി പറ്റപ്പോ അല്ല, ഇനിയിപ്പോ ഇപ്പോഴും ഞാൻ പറയുന്നു ധോണിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിരമിക്കൽ ഏത് നിമിഷവും സംഭവിക്കാന്നുള്ളതാണ്. സൈഫും ചെന്നൈ ആരാധകരാണ്, ഇങ്ങനെ തകർന്നാണോ വിഷമമുണ്ട്. അല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രമല്ല, ധോണി പലപ്പോഴും അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ ഇത് പറയാണല്ലോ, ഒബ്വിയസ്ലി ധോണി അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഇല്ല. അത് സത്യമാണ്. അതിപ്പോ ഏത് ചെന്നൈ ആരാധകരും ഞാൻ പറയുന്നത്, ഇപ്പോ ധോണി ഇപ്പോഴത്തെ ടീമിന് നിലവിലെ സാഹചര്യത്തിൽ ധോണി ടീമിലൊരു അതായത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് CSK ആരാധകനും അതല്ലാന്നേ പറയുള്ളൂ. പിന്നെ ധോണിയോടുള്ള ഇഷ്ടം കൊണ്ട് ധോണി ആരാധകരായിട്ടുള്ള ആളുകൾ അവർക്ക് ടീമിനേക്കാൾ ഉപരി ധോണിയാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മുടെ വീഡിയോയിലെ കമന്റുകൾ അത് തന്നെയാണ് നടക്കുന്നത്. ചെന്നൈയുടെ കളി കാണാൻ വരുന്ന ആരാധകരിൽ ഭൂരിഭാഗം പേരും അത് തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ മത്സരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി പിന്നെ ഡൽഹിയായിട്ട് മത്സരം കഴിഞ്ഞ ഒരു കുട്ടിയായിരുന്നു, ചെന്നൈയിൽ ജയിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ടീമിനെ കൊണ്ടുവന്നത്, ഞാൻ അതിന് RCB സപ്പോർട്ട് ചെയ്യണം ആ കുട്ടി പറയുകയാണ്. ഒരു ചെറിയ കുട്ടി കണ്ടിട്ടുണ്ടാവും, വൈറലായി, തമിഴ് പയ്യനാണ്, വീഡിയോ വൈറലായിട്ടുണ്ട്. ആ കുട്ടി സങ്കടം, ഭയങ്കര വിഷമമാണ് പറഞ്ഞത്, കരയുവാണ്. ഇതിനകത്ത് ഇപ്പൊ CSK ഫാൻസ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വളരെ ഇമോഷണലി കാര്യങ്ങളെ കാണുന്ന ഒരാളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ധോണി എന്ന് പറയുന്ന ഒരു തല എന്ന് പറയുന്നത് അവർ വെറുതെ ഇട്ടിട്ടുള്ള ഒരു തല എന്ന് പറയുന്ന 2 അക്ഷരമല്ല സത്യത്തിൽ അവർക്ക്. അത് നമ്മൾ മാനിക്കുന്നുണ്ട് തീർച്ചയായും. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നു സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ്. അതെ, അതാണ് അത്. അതായത് ഇപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ മാനേജ്മെന്റ് ഒക്കെയാണ്. ഇപ്പോൾ ഫ്ലെമിംഗ് പോലും ഇതിനകത്ത് ഒരു ഇടപാട് പറയാതാണ്. അതായത് അദ്ദേഹം ഫ്ലെമിംഗ് നമുക്കറിയാം, ആദ്യ സീസണിന് മുതലേ ചെന്നൈയുടെ ഒപ്പം ഉള്ള ഒരാളാണ്. ഒരു പ്രശ്നമുണ്ട്, ഫ്ലെമിംഗ് ഇപ്പൊ ഒരു കോൾ ചെയ്താല് അല്ലെങ്കിൽ ഫ്ലെമിംഗ് ഒരു കമന്റ് നടത്തിയാല് അദ്ദേഹത്തിന് നാളെ ഇനിയിപ്പോ ചെന്നൈ ടീമിന് എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ ഒരു ചെന്നൈ ടീം എന്ന് പറയുന്ന ഒരു ബോണ്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് പണ്ട് മുതലേ. അതെ, ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അശ്വിനൊക്കെ തിരിച്ചു വന്ന് വീണ്ടും ജഡേജ ഇപ്പോഴും ടീം ഇതിനകത്ത് ആ ഒരു ഇതിനകത്ത് ഇപ്പൊ റെയിനൊക്കെയാണ് പിന്നെയും തോന്നുന്നു ഇപ്പൊ ടീമിനൊപ്പം അധികം. റെയിനൊക്കെയാണ് ഈ പറയുമ്പോൾ അതുകൂടെ കൂടി പറയണം. ഇപ്പൊ നമ്മൾ ഈ ധോണിയെ ഇത്രയും വാഴ്ത്തുമ്പോൾ ഒരു സംശയമില്ല, ധോണിയുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ചെന്നൈക്ക് 5 കിരീടം നേടിക്കൊടുത്തത്. ഇപ്പോഴും സ്റ്റംപിങ്ങിന് വേണ്ടി ധോണി പുലി തന്നെയാണ്. ചെന്നൈയുടെ എല്ലാം തല തന്നെയാണ്.
പക്ഷേ ചെന്നൈയുടെ കിരീടം നേടി 5 സീസണിൽ 5 സീസണിലെ കിരീടം നേടിയ ഭൂരിഭാഗം സീസണുകളിലും അല്ലെങ്കിൽ ചെന്നൈ നടത്തിയ മികച്ച പോരാട്ടങ്ങൾക്കെല്ലാം ഒരു നെടുനായകത്വം വഹിച്ചത് ചിന്നത്തലയായിരുന്നു, റെയ്നയായിരുന്നു. IPL മിസ്റ്റർ IPL എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പവർ പ്ലേയിലായാലും ഡെത്ത് ഓവറിലായാലും ഇങ്ങനെ അത് തകർത്ത് ആ റെയ്നെ അത്ര ആഘോഷിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പിന്നെ ലാസ്റ്റ് കളി നിർത്തിപ്പോണ്ടിരുന്നത് അതൊരു എന്താണെന്നറിയില്ല. അത് ഒരു പോരാട്ടവീര്യം പലപ്പോഴും റെയ്നെ കാണിച്ച് വെക്കുന്ന ഒരു പോരാട്ടവീര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ മത്സരത്തിൽ ഒരു വലിയ സ്കോർ ഇത് ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ മത്സരം ഏതാണെന്ന് ഓർമ്മയില്ല. അതായത് 20 എത്ര ബോളിലൊക്കെ 80 റൺസിനൊക്കെ അധികം അടിക്കെടുക്കുന്ന ഒരു റെയിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെന്നൈ ഒരു മഞ്ഞക്കുപ്പായക്കാര് അത് ഇറക്കി വരുന്നത് ഏതൊരു ടീമിനും നെഞ്ചു ഇറക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു 2 പോയിന്റ് കിട്ടാൻ ടീമായിട്ട് ചെന്നൈ കാണുന്ന സംശയമുണ്ട്. അല്ല, തീർച്ചയായും നമുക്ക് ഇത് എന്തായാലും ഇതിന് ഒരു മാറ്റം വരുത്തേണ്ടത് ഫ്രാഞ്ചൈസി തന്നെയാണ്, മാനേജ്മെന്റ് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഈ ലേലം ഇനി വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അത് വരുന്ന സമയത്തേക്ക് ഈ ടീം വെച്ച് മുന്നോട്ട് പോകുക തന്നെ വേണ്ടി വരും ചെന്നൈക്ക്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പഞ്ചാബ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്, മികച്ച ബാറ്റിംഗ് നിരയുണ്ട്, ബോളിങ്ങിൽ കുറച്ച് റൺസ് വഴങ്ങുന്ന താരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ഓൾറൗണ്ട് ഇത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് പഞ്ചാബിന് തന്നെയാണ് കൂടുതൽ 80% സാധ്യത കൽപ്പിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെന്നൈ ഇപ്പോൾ പല ദിവസങ്ങളും പലതും സംഭവിക്കും. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒരു മികച്ച വിജയമാണ് പഞ്ചാബിനെതിരെ നേടിയത്. പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയെ കൃത്യമായി വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചുവരവും കൂടിയാണ് നടത്തിയത്. അതായത് ഫസ്റ്റ് കളി 76 റൺസൊക്കെ ബോൾ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു താരം ആർച്ചർ ഫസ്റ്റ് ഓവറിൽ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള 2 താരങ്ങളെ പുറത്താക്കുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ പ്രിയാൻ ഷാരിനെ പുറത്താക്കുന്നു, ആ ഓവറിൽ തന്നെ ശ്രേയസ് അയ്യരെയും പുറത്താക്കുന്നു. അപ്പൊ അങ്ങനെ T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതാണ് നമുക്കിപ്പോൾ 100% ഇത് പ്രവചിക്കാൻ കഴിയില്ല തീർച്ചയായും. അപ്പൊ ചെന്നൈയുടെ ഒരു തിരിച്ചുവരവാണോ കാണാൻ കഴിയുന്നത്, അതോ അതായത് ഈ സീസണിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ചെന്നൈ അവരുടെ എല്ലാം മത്സരം കൂടെ പോയാൽ ഈ പറഞ്ഞ പോലെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും തോന്നില്ലാത്ത രീതിയിൽ വീണ് പോയേക്കാം. പക്ഷെ നമുക്കറിയാം ചെന്നൈയും മുംബൈയൊക്കെ ഇങ്ങനെ തകർന്നെടുക്കുന്ന തിരിച്ചുവരുന്ന ടീമാണ്. അത് അങ്ങനത്തെ പോരാട്ടമാണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ പിന്നെ അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന തല കൊണ്ട് പറയുന്നത് തലക്കും കൂട്ടർക്ക് ഈ പ്രശ്നം പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഒരു നല്ല മത്സരം തന്നെ കാണാനാകട്ടെ, ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഒരു ത്രില്ലിംഗ് മാച്ച് തന്നെ കാണാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.